ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു സുനിൽസ് വണ്ടർലെസ് വ്ലോഗ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് KSFE സീരീസ് 2. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ തൊട്ട് നമ്മള് KSFE സീരീസ് 2ൽ തന്നെ വേറൊരു സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, പ്രീ ഓൺഡ് ചിട്ടികളെ കുറിച്ച്. അപ്പൊ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആദ്യം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. കാരണം ഇത് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂഷൻ നിർബന്ധമാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചത് എന്താണ്? ടിജോ, സന്ദീപ്, ഗിരീഷ് എന്ന് പറഞ്ഞ 3 സുഹൃത്തുക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രിയോൺ ചിട്ടികൾ തുടങ്ങുകയും ടിജോ എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ചേർന്ന ഒരു പ്രിയോണ്ട് ചിട്ടി. ടിജോ ചേർന്ന ചിട്ടിയുടെ ഓപ്ഷന്റെ തലേ ദിവസം എനിക്ക് വന്ന ഒരു കോളാണ്. ടിജോന്റെ ജാമ്യ വ്യവസ്ഥകളിലെ ഉദ്ദേശിച്ചിരുന്ന ജാമ്യം ഒരു 4-5 മാസം നീണ്ടുപോകും. അതുകൊണ്ട് നാളെ ഈ ചിട്ടി വിളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രഥമമായ ഒരു കാര്യമാണ്. പക്ഷെ ജാമ്യം എന്ത് കൊടുക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഞാൻ ടിജോനോട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം വിളിക്കാം, നാളെ ഓപ്ഷന്റെ ദിവസമാണ്. ഞാനിപ്പോ രാത്രി പല ആസ്പെക്ട്സ് ആലോചിച്ചു നോക്കി. പക്ഷെ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ടിജോന് വിളിക്കേണ്ട ചിട്ടി 50 മാസത്തെ ചിട്ടിയിലെ 16ാമത്തെ ചിട്ടിയാണ്. അതായത് 16ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്. സ്വാഭാവികമായിട്ടും 16ാം മാസം വിളിച്ച ചിട്ടി 17ാം മാസമാണ് പേയ്മെന്റ് ആവുക. 33 മാസമാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ചിട്ടിയുടെ മേൽ ബാധ്യത അല്ലെങ്കിൽ ഫ്യൂച്ചർ ലയബിലിറ്റി എമൗണ്ട്. അതായത് 6,60,000 രൂപയുടെ ബാധ്യതയാണ് ആ ചിട്ടിയിൽ ടിജോന് ജാമ്യമായി നൽകേണ്ടി വരുന്ന തുക. ഗോൾഡിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ലാൻഡ് ഡോക്യുമെന്റ്സ് എങ്ങനെയാണ്, പിന്നെ എന്താ ചെയ്യും? അപ്പൊ ഈ ഒരു ചിട്ടി ടിജോ സെലക്ട് ചെയ്യുന്നത് തന്നെ 6,80,000 രൂപയോളം, 7 ലക്ഷത്തിന് തൊട്ട് താഴെയുള്ള ഒരു ഫിഗർ എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ പല ആസ്പെക്ട്സ് ആലോചിച്ചു. അപ്പോൾ പെട്ടെന്നാണ് എന്റെ മുമ്പിൽ ഒരു ആശയം തെളിഞ്ഞു വന്നത്. അതായത് സന്ദീപും ഗിരീഷും പല വ്യത്യസ്ത രീതിയിലുള്ള പ്രിയോണ്ട് ചിട്ടികളാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് മാസ തവണ വ്യത്യാസമുണ്ട്, മാസ അടവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. 3 ഡിഫറെന്റ് ചിട്ടികളാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് സന്ദീപിന്റെ ചിട്ടിയാണ് അതിലെ ഏറ്റവും ഹൈ വേരിയന്റ് ചിട്ടി. കാരണം സന്ദീപ് എടുത്തിരിക്കുന്ന ചിട്ടി 50,000 40 മാസത്തെ 20 മാസം 21ാമത്തെ മാസമാണ് അടവ്. അപ്പൊ ഇത്രയും മാസം കഴിഞ്ഞ ചിട്ടിയാണ് സന്ദീപ് ഏറ്റെടുക്കുന്നത്. 20 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. അത്യാവശ്യം നല്ല ലേല കിഴിവ് ഇതുവരെ സന്ദീപിന് ആ ചിട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ലേലക്കിഴിവിനെ കുറിച്ചിട്ട് നമുക്ക് ഈ 3 പേരുടെയും ചിട്ടികളുടെ ലേലക്കിഴിവിനെ കുറിച്ച് നമ്മൾ അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത്യാവശ്യം നല്ല ലേലക്കിഴിവ് കിട്ടിയിട്ടുള്ള ചിട്ടിയാണ്. അപ്പൊ സന്ദീപിനോട് ഞാൻ സംസാരിച്ച സമയത്ത് ഈ പ്രിയോൺ ചിട്ടി എടുക്കുന്നതിന് മുന്നേ സന്ദീപ് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് അല്ല എനിക്ക് ഈ ഒരു ഞാൻ ഓപ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചിട്ടി ഇന്നൊരു ഫിഗറിൽ ഒരു 6 മാസം കാലാവധി ഉണ്ട്, അതിനുശേഷം ഞാൻ വിളിക്കുന്നുള്ളൂ. എനിക്ക് അപ്പോഴാണ് ഒരു ആവശ്യം, എനിക്ക് ആ ഒരു സമയത്ത് ഒരു കാര്യം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്ലാനിങ്. ഗിരീഷിൻ്റെതായ വേറെ സാഹചര്യമാണ്. അപ്പൊ ഞാൻ ടിജോനോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഓപ്ഷൻ എന്ന് ചെയ്യൂ, അതിനത് തടസ്സമാവണ്ട. ഞാനൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്, ഒരു സാഹചര്യം, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്, അത് നമുക്ക് ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാം എന്ന് പറയും. ടിജോ ഒരു ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു ഫിഗർ പ്രോക്സി സെറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ടിജോന്റെ നല്ല സമയമായിരിക്കാം. ആ ഒരു ചിട്ടി കറക്റ്റ് 16ാമത്തെ മാസം 50 മാസം ചിട്ടി 16ാമത്തെ മാസം ടിജോന് ലഭിച്ചു. 2,10,000 രൂപ താഴ്ത്തിയിട്ട് 10 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. 7,90,000 രൂപയ്ക്ക് ചിട്ടി ടിജോന് ലഭിച്ചു. അതൊരു വലിയ കാര്യമാണ്. കാരണം തൊട്ട് തലേ മാസം കഷ്ടി 2 ലക്ഷം രൂപയ്ക്ക് താഴെ അദ്ദേഹത്തിന് SBയിൽ ഉണ്ടായിരുന്ന ഒരു പൈസയാണ്. അത് അദ്ദേഹത്തിന്റെ ഹാർഡ് ഏൺ മണി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് സേവ് ചെയ്ത പൈസയാണ്. കറക്റ്റ് ഒരു 30 ദിവസത്തോളം കഴിഞ്ഞപ്പോഴേക്കും 2 ലക്ഷം രൂപയ്ക്ക് തൊട്ട് താഴെയുള്ള ഫിഗർ 1,75 1,80 ആ ഫിഗർ ആണെന്നാണ് എന്റെ ഓർമ്മ. ആ ഒരു ഫിഗറിന്റെ സ്ഥാനത്ത് ഇന്ന് അദ്ദേഹത്തിന് 7,90,000 രൂപ എന്ന് പറഞ്ഞ ഫിഗറായി. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇത് പണം ഇരട്ടിപ്പിക്കൽ പരിപാടിയോ ഒന്നുമല്ല. ട്രഡീഷണൽ ആയിട്ട് ചിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്ന ഒരു സാഹചര്യമാണ്. ഒറ്റ മാസം ആ ഡിഫറൻസ് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ മാസത്തെ ടിജോന്റെ ഒരു ബോഡി ലാംഗ്വേജോ അയാളുടെ വീക്ഷണമായിരിക്കണം എന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് കുറച്ച് കോൺഫിഡൻസ് ലെവലാവും, അദ്ദേഹത്തിന് ഐഡിയാസ് ഉണ്ടാവും.
കാരണം ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മെയിൻ പ്രൈം ടാർഗറ്റ് അദ്ദേഹത്തിന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നു അടുത്ത മാസം. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വഴിവെച്ചത് യൂട്യൂബിലെ എൻ്റെ ഒറ്റ വീഡിയോ ആണ്. KSFE മുടക്ക ചിട്ടികൾ ഒരു വജ്രായുധമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊരു വീഡിയോ, ഒരു തമ്പനയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു, എന്നെ വാട്സപ്പ് ചെയ്തു. അതിലൂടെ ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് 3 സുഹൃത്തുക്കളായി, ക്ലയൻസ് ആയി. അവരിൽ ഒരാൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ വൈകിട്ട് വിളിച്ച സമയത്ത് ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സന്ദീപിന്റെ ഒരു ചിട്ടി പാസ്ബുക്ക് ലീൻ ചെയ്താൽ, പാസ്ബുക്കിൽ നിന്ന് ലോണും അല്ല ഒരു കാര്യങ്ങളല്ല, അതായത് അദ്ദേഹം പ്രീ ഓൺഡ് ചിട്ടി എടുത്തിരിക്കുന്ന ആ ചിട്ടിയുടെ പാസ്ബുക്ക് ടിജോന്റെ ചിട്ടിയിൽ ലീൻ ചെയ്താൽ തീർച്ചയായിട്ടും ടിജോന് ആ ഫണ്ട് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഡോക്യുമെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പാസ്ബുക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുവരെ സന്ദീപിന് പലിശയോ ഒരു കാര്യങ്ങളും വരുന്നില്ല. അദ്ദേഹത്തിന് ആ ഡിവിഡൻഡ് ലഭിക്കും, എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഇനി അദ്ദേഹത്തിന് ചിട്ടി വിളിക്കണോ, ചിട്ടി വിളിക്കാനും പറ്റും. പേയ്മെന്റിന്റെ സമയത്താണ് ഈ ടിജോന് നൽകിയിരിക്കുന്ന പാസ്ബുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പോ സന്ദീപിന് ആ ഒരു സാഹചര്യമില്ല. 3-4-5 മാസം കഴിഞ്ഞിട്ടേ ചിട്ടി വിളിക്കുന്നുള്ളൂ. അപ്പോ ഒരു ചിട്ടി പാസ്ബുക്ക് വെച്ചിട്ട് ഒറ്റ രൂപ പോലും പലിശ ഇല്ലാതെ ആ ഒരു പാസ്ബുക്ക് വെച്ചിട്ട് ഒരാളുടെ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ടിജോന് ക്ലിയർ ആയി മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സന്ദീപായിട്ട് സംസാരിക്കും, കൊണ്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവര് രാത്രി എന്നെ വിളിക്കേണ്ടായി. വിളിച്ചതിന്മേ സന്ദീപിനോട് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു കൊടുത്തു. പോസിറ്റീവ് ഇതാണ്: ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിന് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യം ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു വിളിക്കാത്ത ചിട്ടി പാസ്ബുക്ക് അദ്ദേഹത്തിന്റെ ചിട്ടിക്ക് ലീൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചിട്ടി ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് പലിശ ഒന്നും വരില്ല, യാതൊരു വിധ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഒറ്റ നെഗറ്റീവ് എന്താണ്? ടിജോ പൈസ അടയ്ക്കാണ്ടിരിക്കും. മറ്റൊരു നിലയ്ക്ക് ഇവര് 3 പേരുടെയും കാഴ്ചപ്പാടുകളും, ടിജോ ഞാനായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ആ ഒരു സംവിധാനമില്ല. സന്ദീപിന്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി മനസ്സിലായി. അപ്പൊ എത്ര പെട്ടെന്നാ നോക്കൂ, നമ്മൾ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ അവസാനിക്കുന്നത്. ആ പാസ്ബുക്ക് ലീൻ നോട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. പാസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പാസ്ബുക്കിൽ അദ്ദേഹം സൈൻ ചെയ്യണം, ഒരു റിക്വസ്റ്റ് ലെറ്റർ വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ സന്ദീപിന്റെ വിളിക്കാത്ത ചിട്ടി പാസ്ബുക്ക് ലീൻ ചെയ്തിട്ട് ടിജോന്റെ ആ പൈസ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാൻ സാധിച്ചു. റിലീസ് ചെയ്യുകയും എഡ്യൂക്കേഷൻ ലോൺ ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതായത് 6,80,000 ആ റേഞ്ചാണ് അദ്ദേഹത്തിന് അന്ന് എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാനുണ്ടായിരുന്ന സംഖ്യ. അപ്പൊ ഇതിന് വേറൊരു തമാശയും കൂടെ ഉണ്ട്. കാരണം ലോൺ ക്ലോസ് ആയി, എക്സസ് ഒരു പൈസ കിട്ടുകയും ചെയ്തു. അതായത് വീണ്ടും ടിജോ എത്ര രൂപയാണോ ഇറക്കിയത് അതിന്റെ ഒരു ഏതാണ്ട് അത്രയും ഒരു തുക തന്നെ അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ഇനി വീണ്ടും ടിജോന് അതൊരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായി. ഇപ്പൊ ടിജോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സന്ദീപിനും ഗിരീഷിനൊക്കെ ഈ ഒരു സാഹചര്യം മനസ്സിലായപ്പോ അവർക്ക് കൊള്ളാം, സംഭവം കൊള്ളാലോ, ഇത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടില്ല, ഇത് സംഭവം കൊള്ളാം. അപ്പൊ ടിജോ പറഞ്ഞു, കൊള്ളാലോ കേട്ടോ സംഭവം, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പ്രീ ഓൺഡ് ചിട്ടിയും കൂടെ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ, നമുക്കത് ആലോചിക്കാം. ആലോചിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ടിജോന് ഇനി അത് ചെയ്യണം. കാരണം ഇപ്പോഴും ടിജോന്റെ ഒരു കമ്മിറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ള ഒരു സാഹചര്യം മാറിക്കിട്ടി, സന്തോഷം. പക്ഷെ സന്ദീപിന് നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾ ലാൻഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യണം, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു എക്സസ് കിട്ടിയ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു പ്ലാനിങ് പറഞ്ഞു തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. എന്തായാലും ഇപ്പൊ ലോൺ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അതാണല്ലോ നിങ്ങളുടെ അടുത്തൊരു കോൺസെപ്റ്റ്. അതിലേക്ക് നിങ്ങളുടെ ലാൻഡ് ഡോക്യുമെന്റ്സും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു വെൽത്ത് ക്രിയേഷനിലേക്കുള്ള മാർഗമാണ് തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരാളുടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസിഷൻ അതൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് എനിക്ക് എത്ര മനോഹരമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അത് KSFE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു കൊടുത്തത്. അപ്പൊ ഇനി മുന്നോട്ട്
ഈ ടിജോന്റെയും സന്ദീപിന്റെയും ഗിരീഷിന്റെയും കാര്യത്തിൽ KSFEയുടെ ഇൻവോൾവ്മെന്റ്, അതിൽ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തുടർന്ന് കണ്ടോളൂ. നമുക്ക് അടുത്ത വീഡിയോ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. KSFE റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.